റംസാനായി ഇനി എല്ലാ ഗർഭിണികളും ചോദിക്കും, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നോമ്പ് എടുത്തോട്ടെ. ഒന്നേ പറയാറുള്ളൂ, വേണ്ട. എല്ലാവരെയും പോലെ അല്ല ഗർഭിണികൾ. ഇവിടെ ബോഡി ഫിസിയോളജി ഒക്കെ ഡിഫറെന്റ് ആണ്. മാത്രമല്ല, നിങ്ങളെ മാത്രം ആശ്രയിച്ചിട്ട് ഒരു ജീവനും അകത്തുണ്ട്. ഇതൊക്കെ അറിയുന്നത് കൊണ്ടാവുമല്ലോ ദൈവം തന്നെ പ്രഗ്നൻസിക്ക് എക്സംഷൻ കൊടുത്തിരിക്കുന്നത്. ഗർഭിണികൾക്ക് ഇടവിട്ടുള്ള ലഘുവായിട്ടുള്ള ഭക്ഷണ രീതിയാണ് വേണ്ടത്. അത് പല റീസൺ കൊണ്ടാണ്. ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഷുഗർ കൂടി അത് താഴ്ത്താൻ പറ്റാണ്ടിരിക്കുക, ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഷുഗർ താഴ്ന്നു പോയി ക്ഷീണവും തലകറക്കം ഉണ്ടാവുക, ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ 12-14 മണിക്കൂർ ഫാസ്റ്റിംഗ് എങ്ങനെ ബാധിക്കുന്നു എന്ന് ആലോചിച്ചേ. മറ്റൊരു പ്രശ്നം നെഞ്ചരിച്ചിലാണ്. പൊതുവെ പ്രഗ്നൻസി ഹോർമോൺ കൊണ്ടും പിന്നെ ഈ വലിയ യൂട്രസ് മുകളിലേക്ക് പുഷ് ചെയ്യുന്നത് കൊണ്ടും ഗർഭിണികൾക്ക് നെഞ്ചരിച്ചിൽ കൂടുതലാണ്. ഫാസ്റ്റിംഗ് ആസിഡ് ബേൺ കൂട്ടാനും ഗ്യാസ്ട്രൈറ്റിസ് വേഴ്സ് ആവാനും കാരണമാവും. ഇനി ഒന്നാണ് യൂറിൻ ഇൻഫെക്ഷൻ. അല്ലെങ്കിൽ യൂട്രസിന്റെ പ്രഷർ കാരണം യൂറിൻ ഫുള്ള് പോവാതെ ഇൻഫെക്ഷൻ പ്രഗ്നൻസിയിൽ കോമൺ ആണ്. ഇത്രയും ചൂടിൽ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് തുടരെ ഇൻഫെക്ഷൻസ് വന്നാൽ അത് പ്രഗ്നൻസിയെ സാരമായിട്ട് ബാധിക്കും. റെക്കറന്റ് ഇൻഫെക്ഷൻസ് മാസം തികയാത്ത പ്രസവത്തിനും കുഞ്ഞിന്റെ വളർച്ചക്കുറവിനും ഒക്കെ കാരണമാണ്. ഇനി ഫാസ്റ്റിംഗ് ഗർഭസ്ഥ ശിശുവിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് ആധികാരികമായി പറയത്തക്ക രീതിയിലുള്ള സ്റ്റഡീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ബട്ട് പൊക്കിൾ കൊടിയിലൂടെ ഒരു കോൺസ്റ്റന്റ് ഗ്ലൂക്കോസ് സപ്ലൈ കുഞ്ഞിന്റെ അനക്കത്തിന് വളരെ ആവശ്യമാണ്. കണ്ടിന്യൂസ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരില് കുഞ്ഞിന്റെ അനക്കക്കുറവ്, അനക്കമില്ലായ്മ, ഈവൻ മഷി ഇട്ടിട്ടും ഒക്കെ കേസ് റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അസോസിയേഷൻ അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പ്രഗ്നൻസിയിൽ ഫാസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി എടുക്കുന്നവർ കണ്ടിന്യൂസ് എടുക്കാതെ നോക്കാം. ഷുഗറിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ നോമ്പ് എടുക്കരുത്. കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ് ആൻഡ് കെയർ യുവർ ബേബി.